കുണിക്ക് പഠിപ്പിച്ചതെല്ലാം ഓർമ്മയില്ലേ? എല്ലാം നന്നായിട്ട് പറയണേ. ഇനി അങ്ങനെ മറന്നുപോയാലും സാരമില്ല. അവിടെ കരയൊന്നും ചേർത്ത് സ്റ്റേജിൽ കയറിയിട്ട് കേട്ടോ. ആഹാ, കുണിക്ക് ഒരുങ്ങിക്കഴിഞ്ഞോ? ഇല്ലമ്മേ, ഈ നെറ്റിച്ചുട്ടിയും പൂവും കൂടി വെക്കാനുണ്ട്. ഞങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മിപ്പിക്കുമായിരുന്നു. കുണുക്കൻ എവിടെയമ്മേ? അത് പറയാനേ ഞാൻ വന്നേ. കുണുക്കൻ ഉടുപ്പിടാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് കുണുക്കിനെ മാത്രം മലയാളി മങ്കയായിട്ട് പങ്കെടുപ്പിക്കാം. മലയാളി ശ്രീമാനെ അവൻ വിടണ്ട. അവൻ മുണ്ടൊന്നും ഉടുക്കണില്ല, ഭയങ്കര ഓട്ടാ. അത് അമ്മ പറഞ്ഞിട്ടാ. ഞങ്ങൾ റെഡിയാക്കിക്കോളാം. ആദ്യം കുണുക്കിനെ ഒന്ന് റെഡിയാക്കി കഴിയട്ടെ, എന്നിട്ട് കുണുക്കിനെ റെഡിയാക്കാം. നല്ല സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് സമ്മാനം കിട്ടോ? സമ്മാനം കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, എന്നാലും പങ്കെടുക്കണം, അതാണ് കാര്യം. അയ്യേ, എന്താടി കുടുക്കിയത്? ഞാൻ മലയാളി മങ്കിയാ. എനിക്കൊന്നും വേണ്ട. അയ്യോ കുണുക്ക, അങ്ങനെ പറയല്ലേ. കുണിക്ക് റെഡിയായില്ലേ, അതേപോലെ കുണുക്കനെ ഞങ്ങൾ റെഡിയാക്കാം. വേണ്ട വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഫുഡ് എടുക്കാൻ. എടാ, നിന്റെ ക്ലാസ്സിൽ എല്ലാവരും മുണ്ടെടുത്താ വരുന്നേ. ഉടുത്തില്ല നീ മാത്രം ഒറ്റക്കായി പോകും. അല്ല, ഞാൻ പഠിക്കാൻ പോടില്ല. എടാ കുണുക്ക, ഇങ്ങ് വന്നേ. നീ മലയാളി ശ്രീമാനായിട്ട് ഒരുങ്ങി സ്കൂളിൽ പോയാലേ നിനക്ക് വരുമ്പോ ഞാൻ 2 കിൻഡർ ജോയ് മേടിച്ചു വെക്കാം. സത്യാണോ? സത്യം, 2 കിൻഡർ ജോയ് ഉറപ്പായിട്ട് മേടിച്ചു വെക്കാം. അപ്പൊ എനിക്കോ? നിനക്ക് 2 എണ്ണം മേടിച്ചു വെക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അമ്മ, എത്ര മണിക്കാ പ്ലേ സ്കൂളിൽ എത്തണ്ടേ? 8:30 ആവുമ്പോ എത്തണം. നമുക്ക് വേഗം ഇറങ്ങാം. കുണിക്കുമോളെ, ഇത് മലയാളി മങ്ക കോമ്പറ്റീഷൻ അല്ലേ. ഓവറായിട്ട് മേക്കപ്പ് ചെയ്താലും സമ്മാനം കിട്ടില്ല. ലിപ്സ്റ്റിക് ഒന്നും വേണ്ട, ഇത്രയും മതി. നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം. ചന്തുമോളെ ആരെയും കാണുന്നില്ലല്ലോ. ഇന്ന് തന്നെയല്ലേ മത്സരം? ഈ ഒരു കുട്ടി വരുന്നുണ്ടല്ലോ. അത് എന്റെ ക്ലാസ്സിലെ മഹാലക്ഷ്മിയാ. ഹായ് പാർവതി. ആഹാ, കുണിക്കയുടെ ക്ലാസ്സിലെ കുട്ടിയാണോ? എന്താ നിങ്ങൾ ക്ലാസ്സിൽ കയറാതെ നിൽക്കുന്നേ? വേറെ ആരെയും കണ്ടില്ല, അതാ ഞാൻ ഇവിടെ നിന്നേ. ഞാൻ മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ ക്ലാസ്സിലാക്കിയാൽ മതി എന്നാ മിസ് പറഞ്ഞേ. എന്നിട്ട് മിസ് തന്നെ ഇവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നോളും. എന്നാ നമുക്ക് ഇവരെ ക്ലാസ്സിലാക്കിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഇരിക്കാല്ലേ? എന്റെ മക്കളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അവർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുക പരിപാടി കാണാനായിട്ട്. ഞാനിപ്പോ ഇവളെ ക്ലാസ്സിലാക്കാൻ കൊണ്ടുവന്നതാ. മഹാലക്ഷ്മി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ ചേച്ചിമാരാ റെഡിയാക്കിയേ. ശാന്തമോളെ, നമ്മൾ നെറ്റിച്ചുട്ടിയൊന്നും വെച്ചില്ലല്ലോ. മോളി ആന്റീനെ കൂടി ക്ലാസ്സിൽ പോകും. ഞാൻ ഇവിടുത്തെ ലേഡീസ് സ്റ്റോഴ്സിൽ പോയി മേടിച്ചിട്ട് വരട്ടെ. എനിക്ക് നെറ്റിച്ചുട്ടി വേണം. കുണിക്കിയുടെ അമ്മ എന്റെ മോളൊന്ന് നോക്കാവോ? ഞാൻ ഈ കടയിൽ പോയി നെറ്റിച്ചുട്ടി ഒന്ന് മേടിക്കട്ടെ. ഞാനാണെങ്കിൽ ആ കാര്യം വിട്ടുപോയി. അതിനെന്താ, പോയി വാങ്ങിയിട്ട് വാ. ഞാൻ നിന്നോളാം ഇവരുടെ കൂടെ. ഞാൻ ഇവരെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുക. അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാം. വളരെ ഉപകാരം, ഞാൻ വേഗം വരാം. എല്ലാ കുഞ്ഞു മക്കൾക്കും അവരുടെ മലയാളി മങ്ക മലയാളി ശ്രീമാൻ പരിപാടി കാണാൻ വന്ന അവരുടെ പാരൻസിനും നമ്മുടെ സ്കൂളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. സ്റ്റേജിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കയറുന്ന മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ആദ്യമായി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത് പാർവതി പണിക്കർ. നമസ്കാരം, എൻ്റെ പേര് പാർവതി പണിക്കർ. പാർവതി മോളെ, ടീച്ചറിനെ നോക്കിയല്ല, വേദിയിലേക്ക് നോക്കി പറയൂ. സദസ്സിലേക്ക് അങ്ങോട്ട് നോക്കി പറയൂ. ഞാൻ മലയാളിയാണ്. മലയാളി അഭിമാനമാണ്. ഓണം 10 ദിവസമാണ്. എല്ലാവർക്കും നന്ദി. നമ്മുടെ പാർവതി മോൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം എല്ലാവരും. അടുത്തതായി വേദിയിലേക്ക് വരുന്നത് സഞ്ജന രാഹുൽ. വാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കൂപ്പുകൈ. അത്തം മുതൽ 10 ദിവസമാണ് നമ്മുടെ ഓണം. നമ്മളെ കാണാൻ മാവേലി വരും. എല്ലാവർക്കും നന്ദി. മിടുക്കി, എല്ലാവരും സഞ്ജന രാഹുലിന് ഒരു വലിയ കയ്യടി കൊടുത്തേ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മഹാലക്ഷ്മി മാധവ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേരാണ് മഹാലക്ഷ്മി മാധവ്. ഞാൻ ഇവിടെ വന്നത് മലയാളി പങ്കെടുക്കാനാണ്. ഓണത്തിന് ഞങ്ങളുടെ പൂക്കളിടും, ഓണസദ്യ കഴിക്കും, ഓണപ്പാട്ട് പാടും. എല്ലാവർക്കും ഓണാശംസകൾ. മിടുക്കി, എല്ലാവരും മഹാലക്ഷ്മി മോൾക്ക് ഒരു വലിയ കയ്യടി കൊടുക്കൂ. അടുത്തതായി വേദിയിലേക്ക് വിളിക്കുന്നു വേദിക ശ്രീകുമാർ. നമസ്കാരം, എന്റെ പേര് പറ. പേടിക്കാതെ പേര് പറ. വേദിക ശ്രീകുമാർ. അയ്യോ, കാര്യമുണ്ട്. ശരി പറയണ്ട. പുറകോട്ട് മാറി നിന്നു കേട്ടോ. സാരയില്ല, പോട്ടെ. നമ്മുടെ മത്സരം ഇവിടെ തീരാറായി. അപ്പൊ നമുക്ക് വിധി പറയാട്ടോ. അയ്യോ ടീച്ചറെ, കഴിഞ്ഞിട്ടില്ല. ഒരാളെയും കൂടി പങ്കെടുപ്പിക്കാവോ? അതാരാ? പേര് തന്നിട്ടുണ്ടോ? പേര് തരാൻ വിട്ടുപോയി ടീച്ചറെ. ഇവിടുത്തെ ഡേ കെയറിൽ പഠിക്കുന്ന കുട്ടിയാ മുത്തുലക്ഷ്മി. ഇത് പ്ലേ സ്കൂളിലെ കുട്ടികളുടെയാണ്. എന്നാലും സാരയില്ല,
കെയറിൽ പഠിക്കുന്നതല്ലേ, കൊണ്ടുവരൂ. എല്ലാവരും ക്ഷമിക്കണം, നമ്മുടെ മത്സരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് മുത്തുലക്ഷ്മി, നമ്മുടെ ഡേ കെയറിലെ മുത്തുലക്ഷ്മി. ഇതാ നമ്മുടെ മുത്തുലക്ഷ്മി വേദിയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. എന്താ മുത്തുലക്ഷ്മിക്ക് പറയാനല്ലേ? അമ്മ എന്തെങ്കിലും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടോ? എന്താ ഓണം ഒന്ന് പറഞ്ഞു നോക്കിയേ. അടിപൊളി, എല്ലാരും നല്ലൊരു കൈയടി കൊടുത്തേ. ജഡ്ജസ് നമ്മുടെ റിസൾട്ട് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്യാട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്. ഒന്നാമതെത്തിയത് ഞാൻ പറയാൻ പോവാണേ. ഒന്നാം സമ്മാനം മുത്തുലക്ഷ്മി, സെക്കൻഡ് പ്രൈസ് മഹാലക്ഷ്മി മാധവ്, തേർഡ് പ്രൈസ് സഞ്ജന രാഹുൽ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, സമ്മാനം കിട്ടാത്ത എല്ലാവർക്കും വേറൊരു പ്രോത്സാഹന സമ്മാനം കൂടി ഉണ്ട്. അപ്പം നമ്മൾ മലയാള ശ്രീമാൻ മത്സരം കഴിഞ്ഞിട്ടേ ഇതിന്റെ സമ്മാനദാനം നടത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകണം. പങ്കെടുത്ത എല്ലാ മക്കൾക്കും ഹാപ്പി ഓണം, വേദിയിലിരിക്കുന്നവർക്കും ഹാപ്പി ഓണം. കുണിക്ക് പറഞ്ഞ അടിപൊളിയായിരുന്നു. പഠിപ്പിച്ചതെല്ലാം പറഞ്ഞല്ലോ, നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് പ്രൈസ് കിട്ടി. അയ്യോ, എന്ത് പറ്റി? എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നില്ലല്ലോ, അത് പാടിയിട്ടല്ല മുത്തലക്ഷ്മി ജയിച്ചേ. അയ്യോടെ കുണിക്ക് അത് പാടിയിട്ടൊന്നും അല്ല, അത് ഡേ കെയറിലെ കുട്ടിയായതുകൊണ്ട് അതിന് ഒന്നാം സമ്മാനം കൊടുത്തേ. കുണിക്കല്ലേ രണ്ടാം സമ്മാനം. അപ്പൊ പ്ലേ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് കുണിക്കല്ലേ. അതൊന്നും സാരിയില്ല, എല്ലാരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. നീ വാ, ഇത് ഇനി അടുത്തത് കുണുക്കന്റെ മത്സര. ഇവിടെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. അങ്ങനെ നമ്മുടെ മലയാളി മംഗ മത്സരം കഴിഞ്ഞിട്ട് ഇവിടെ മലയാളി ശ്രീമാൻ മത്സരവും ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. ഇപ്പൊ ഞാൻ ജഡ്ജസിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ വിധി പറയാം. 3 പേരാണ് കേട്ടോ മത്സരിച്ചത്. ഒന്നാം സമ്മാനം മിലൻ മാധവ്, രണ്ടാം സമ്മാനം അവ്യുത് അരമൽ, മൂന്നാം സമ്മാനം രുദ്രാജ് മേനോൻ. വലിയ ട്രോഫിയും കിട്ടി. മക്കളെ, അച്ഛാ കുണിക്ക് വരയ്ക്കാം. അത് അമ്മ പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുണിക്ക് നിനക്ക് രണ്ടാം സമ്മാനം കിട്ടിയില്ലേ, അത് ചെറിയ കാര്യമല്ല. എത്ര പേര് പങ്കെടുത്തു അതില്, നീ രണ്ടാമത് എത്തിയില്ലേ, അത് വലിയ കാര്യ. പിന്നെ ഉണ്ടല്ലോ, ഈ സമ്മാനം കിട്ടുന്നതിലൊന്നും അല്ല, പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സമ്മാനം കിട്ടിയെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് കണ്ടാൽ മതി. എന്തായാലും എന്റെ 2 മക്കൾ ഇവിടെ നിന്ന് പോയി. എന്നിട്ടോ 2 പേരും വന്നത് ട്രോഫിയും കൊണ്ടാ. അതിൽ അച്ഛന് അഭിമാനമുണ്ട്. ഇനി നിങ്ങൾ ട്രോഫി കൊണ്ടുവന്നില്ലെങ്കിലും അഭിമാനമുണ്ട്. നിങ്ങൾ പങ്കെടുത്തല്ലോ, എന്റെ മക്കള് മിടുക്കരാ.